എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ലേഹ്യത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. നടുവേദന മാറാനും ഹീമോഗ്ലോബിന്റെ അളവ് കൂടാനും അനീമിയ വിളർച്ച ഉള്ളവർക്കും രക്തം ശുദ്ധീകരിക്കാനും വളരെ നല്ലതാണ് ഈ ലേഹ്യം. പ്രസവരക്ഷാ മരുന്നായിട്ട് ഈ ലേഹ്യം കഴിക്കാവുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ലേഹ്യം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് വീഡിയോ കണ്ടു നോക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ലേഹ്യം തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കണ്ടു നോക്കാം. ഉള്ളി ലേഹ്യം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1.5 കിലോ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. 1.5 കിലോ ഉള്ളിയുടെ കണക്കിനാണ് ഞാനിവിടെ ഉള്ളി ലേഹ്യം ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 700 ഗ്രാം കരിപ്പെട്ടി ചക്കര എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഒരു വലിയ തേങ്ങ ചിരകി എടുത്തിട്ട് 1 കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിച്ച് അടിച്ചെടുത്ത 1-ാം പാലാണിത്. അതുപോലെ തന്നെ 2 കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിച്ച് അടിച്ചെടുത്തിട്ട് പിഴിഞ്ഞെടുത്ത 2-ാം പാലാണിത്. നമുക്ക് ഉള്ളി ലേഹ്യം തയ്യാറാക്കാനായിട്ട് ഈ ഉള്ളി ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. ഉള്ളി വേവിക്കാനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് ഉള്ളി വേവിക്കാനായിട്ട് വെള്ളമല്ല ഒഴിച്ചു കൊടുക്കേണ്ടത്, തേങ്ങാപ്പാലാണ്. നമ്മൾ നേരത്തെ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള 2-ാം പാലുണ്ടല്ലോ, ഈ 2-ാം പാലിൽ നിന്നും പകുതിയോളം തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 4 വിസിലിനാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോഴത്തേക്കും ചെറിയ ഉള്ളി നല്ല പോലെ വെന്ത് കിട്ടും. 4 വിസിലും വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. കുക്കറിന്റെ പ്രഷർ പോകുന്ന സമയം കൊണ്ട് നമുക്ക് കരിപ്പെട്ടി ഒന്ന് ഉരുക്കിയെടുക്കാം. 700 ഗ്രാം കരിപ്പെട്ടി ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതുപോലുള്ള ഡിഷൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് കരിപ്പെട്ടിയാണ്. നിങ്ങൾക്ക് കരിപ്പെട്ടി കിട്ടിയില്ലെങ്കിൽ മാത്രം ശർക്കര, അതായത് വെള്ളം എടുത്താൽ മതി. നല്ല പോലെ ഒന്ന് ഉരുകി വരട്ടെ. നമ്മുടെ ചക്കരയില നല്ല പോലെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. കുക്കറിന്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. നല്ല പോലെ തന്നെ ഉള്ളി വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് തണുത്ത ശേഷം വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടും നമുക്ക് ലേഹ്യം തയ്യാറാക്കാം. ഞാൻ ഇത് അരച്ചെടുക്കാതെയാണ് തയ്യാറാക്കുന്നത്. അരച്ചെടുക്കുന്നതിനേക്കാളും നല്ല രുചിയാണ് ഇതുപോലെ ചെയ്യുന്നത്. ഉള്ളി ലേഹ്യം തയ്യാറാക്കാനായിട്ട് ഞാൻ ഇതാ ഗ്യാസ് അടുപ്പിൽ ഒരു ഓട്ടുരുളി എടുത്തിട്ടുണ്ട്. അടി കട്ടിയുള്ള പാത്രമാണ് നമുക്ക് ലേഹ്യമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടത്. ഇതുപോലുള്ള ഓട്ടുരുളി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. ഇനി ഉള്ളിയുടെ ആ വെള്ളമൊക്കെ ഒന്ന് നല്ലോണം വറ്റി വരണം. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ശർക്കരപ്പാനി അരിച്ചൊഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനിയായിട്ട് നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വറ്റി വരുന്നത് വരെ നമ്മൾ കൈയെടുക്കാതെ വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ദേഹത്ത് പൊട്ടിത്തെറിക്കും. അങ്ങനെ ഈ സമയത്ത് നമുക്ക് നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള 2-ാം പാലുണ്ടല്ലോ, ആ 2-ാം പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങാപ്പാലിന്റെ വെള്ളത്തിന്റെ അംശമൊക്കെ വറ്റി വരുന്നത് വരെ ഒന്ന് വറ്റിച്ചെടുക്കണം. അതുവരെ ഇളക്കി കൊടുക്കാം. ഉള്ളി ലേഹ്യം കഴിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളാണ് ഉള്ളത്. ശരീര സൗന്ദര്യം കൂട്ടാനും നിറം വർദ്ധിക്കാനും മുടി സമൃദ്ധമായിട്ട് വളരാനും താരൻ മാറാനും വളരെ നല്ലതാണ് ഉള്ളി ലേഹ്യം കഴിച്ചാൽ. രക്തക്കുറവുള്ളവർക്കും അനീമിയ പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്കും ഹീമോഗ്ലോബിൻ കൂട്ടാൻ വളരെ നല്ലതാണ് നമ്മൾ ഈ ഉള്ളി ലേഹ്യം കഴിക്കുമ്പോൾ. മാത്രമല്ല കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടത്തോടെ കഴിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ കഴിക്കുന്നത് നല്ലതാണ്. പണ്ട് കാലത്തൊക്കെ പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീകൾക്ക് അമ്മമാര് ഈ ചെറിയുള്ളി കൊണ്ട് ഒരു കുറുക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഗർഭാശയം ചുരുങ്ങാൻ വേണ്ടിയിട്ടും രക്തം ശുദ്ധിയാകാൻ വേണ്ടിയിട്ടും ഒക്കെ നല്ലതാണ്. മാത്രമല്ല ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന വേദനകൾ മാറ്റാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് ഈ ഉള്ളി ലേഹ്യം. ഗർഭാശയത്തിന്റെ ആരോഗ്യത്തിന് അത്രയ്ക്ക് നല്ലതാണ് ഉള്ളി ലേഹ്യം കഴിച്ചാൽ. ശരീര സൗന്ദര്യം കൂട്ടാനും നിറം വർദ്ധിക്കാനും മുടി സമൃദ്ധമായിട്ട് വളരാനും താരം മാറാനും വളരെ നല്ലതാണ് ഉള്ളി ലേഹ്യം കഴിച്ചാൽ. രക്തക്കുറവുള്ളവർക്കും അനീമിയ പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്കും ഹീമോഗ്ലോബിൻ കൂട്ടാൻ വേണ്ടിയിട്ടും രക്തം ശുദ്ധീകരിക്കാനും നല്ലതാണ് ഈ ഉള്ളി ലേഹ്യം. ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന വേദനകൾ മാറ്റാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് ഉള്ളി ലേഹ്യം. ഗർഭാശയത്തിന്റെ ആരോഗ്യത്തിന് അത്രയ്ക്ക് നല്ലതാണ് ഉള്ളി ലേഹ്യം കഴിച്ചാൽ. വളർന്നു വരുന്ന പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഈ ഉള്ളി ലേഹ്യം നല്ലൊരു ഓപ്ഷൻ കൂടിയാണ്.
പ്രസവശേഷം സ്ത്രീക്ക് സകല നാഡീ ഞരമ്പുകൾക്കും അസ്ഥികൾക്കും ബലക്കുറവ് ഉണ്ടാവാം. ഉള്ളിലേഹ്യം കഴിക്കുന്നത് കൊണ്ട് പഴയ രീതിയിൽ ബലം തിരിച്ചു കിട്ടാൻ സഹായിക്കുന്നതാണ്. പണ്ട് കാലത്തൊക്കെ അമ്മമാര് പ്രസവിച്ച സ്ത്രീകൾക്ക് ഉള്ളി കൊണ്ട് ഒരു കുറുക്കുണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഗർഭാശയം ചുരുങ്ങാൻ വേണ്ടിയിട്ടും ഗർഭാശയം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ്. ശരീരബലം കൂട്ടാനും പ്രതിരോധ ശേഷി നന്നായി കൂട്ടാനും ഉള്ളിലേഹ്യം അത്രയ്ക്കും നല്ലതാണ്. പ്രസവശേഷം ഉണ്ടാകുന്ന നടുവേദന, ശരീരവേദന എന്നിവയ്ക്കും മുലപ്പാൽ വർധനവിനും ഉള്ളിലേഹ്യം കഴിക്കുന്നത് നല്ലതാണ്. ഈ ലേഹ്യം പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീകൾക്ക് പ്രസവശേഷം മരുന്നായിട്ട് പണ്ടത്തെ അമ്മമാർ ഈ ഉള്ളിലേഹ്യം കൊടുക്കാറുണ്ട്. ഈ സമയത്ത് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഈ സമയത്ത് നേരത്തെ പിഴിഞ്ഞു വെച്ചിട്ടുള്ള ഒന്നാം പാലുണ്ടല്ലോ അതുകൂടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. ഒന്നാം പാൽ ചേർത്ത് കൊടുത്ത ശേഷം പതുക്കെ വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ദേഹത്ത് പൊട്ടിത്തെറിക്കാതെ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടില്ല. 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. ഇനി ഇതിലേക്ക് ഈ സമയത്ത് നല്ല ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 8 ഏലക്ക തൊലി കളഞ്ഞ് പൊടിച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ ലേഹ്യത്തിന് നല്ല രുചിയും അതുപോലെ തന്നെ നല്ല ഫ്ലേവറും കിട്ടും. ഈ ഉള്ളി ലേഹ്യം തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് എന്തായാലും കുറച്ച് സമയം എടുക്കും. എനിക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറോളം എടുത്തു. അപ്പൊ നമുക്ക് അത്രയും ക്ഷമ കൊടുത്തിട്ട് വേണം നമ്മൾ ഈ ലേഹ്യം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. നമ്മളിതാ ഉള്ളി ലേഹ്യം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മൾ തയ്യാറായിനോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിതാ ചട്ടുകം കൊണ്ട് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് ഒരുമിച്ച് കൂടി വരണം. അതാണ് ലേഹ്യത്തിന്റെ കറക്റ്റ് പാകം. ലേഹ്യം ഉണ്ടാക്കി വെച്ചിട്ട് 2 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ കേട് വരുന്നു എന്ന് പറയുന്നത് കേൾക്കാം. അങ്ങനെ കേട് വരാൻ കാരണം നമ്മൾ ഉണ്ടാക്കുന്ന ആ രീതി നമ്മൾ ശരിയായ രീതിയിൽ വറ്റിച്ചെടുത്തിട്ടില്ലെങ്കിൽ ലേഹ്യം പെട്ടെന്ന് കേട് വരും. നമ്മൾ ഇതുപോലെ കറക്റ്റ് ആയിട്ട് തയ്യാറാക്കി വെച്ചാൽ 1 മാസം വരെ കേട് വരില്ല. അപ്പൊ നമുക്കിതാ ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ തണുത്ത ശേഷം ചില്ല് കുപ്പിയിലോ മറ്റോ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. തണുത്ത ശേഷം കാണിക്കാം. ഉള്ളിലേക്ക് ഇതാ നല്ല പോലെ തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത് വന്നപ്പോഴത്തേക്കിനും ഇതാ നല്ല പോലെ കുറുകി വന്നിട്ട് ഈ ഒരു പാകത്തിലായിട്ടുണ്ട്. ഇതുപോലെയാണ് വേണ്ടത്. ഇതിപ്പോ നമുക്ക് 1 മാസം വെച്ചാലും കേടൊന്നും വരില്ല. അപ്പൊ നല്ല രീതിയിൽ ഇതിന്റെ ജലാംശമൊക്കെ വറ്റിച്ചെടുത്തിട്ടില്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കിനും നമ്മുടെ ഉള്ളി ലേഹ്യം കേട് വരും. നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ലേഹ്യം ഞാൻ ഈ ഒരു ഭരണിയിലാണ് സൂക്ഷിച്ചു വെക്കുന്നത്. പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ ലേഹ്യമൊക്കെ തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഭരണിയിലാണ് സൂക്ഷിക്കാറ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ചില്ല് കുപ്പി ഉണ്ടെങ്കിൽ അതിൽ സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. എന്നാൽ നമ്മൾ എടുക്കുന്ന പാത്രം നല്ല ഡ്രൈ ആയിരിക്കണം. ഒട്ടും നനവുണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന സ്പൂണും ഡ്രൈ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കേടുകൂടാതെ കുറെ നാളത്തേക്ക് സൂക്ഷിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൂപ്പൽ വരും. ഈ ഒരു ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കാം. വിളർച്ച, അനീമിയ എന്നിവയ്ക്കൊക്കെ ഉള്ളി ലേഹ്യം കഴിക്കുന്നത് വളരെ നല്ലതാണ്. പ്രസവം കഴിഞ്ഞ ശേഷം സ്ത്രീക്ക് ഗർഭാശയം ചുരുങ്ങാൻ വേണ്ടിയിട്ടും ഗർഭാശയം ശുദ്ധിയാകാൻ വേണ്ടിയിട്ടും ഉള്ളി ലേഹ്യം കഴിക്കുന്നത് വളരെ നല്ലതാണ്. വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് അമ്മമാർ തീർച്ചയായിട്ടും ഉള്ളി ലേഹ്യം തയ്യാറാക്കി കൊടുക്കണം. ഉള്ളി ലേഹ്യം കഴിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീക്കാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം 1 ടേബിൾ സ്പൂണും വൈകുന്നേരം 1 ടേബിൾ സ്പൂണാണ് കഴിക്കേണ്ടത്. മറ്റുള്ളവർക്കാണെങ്കിൽ ദിവസവും 1 ടേബിൾ സ്പൂൺ വെച്ചിട്ട് കഴിച്ചാൽ മതി. 8 വയസ്സ് മുതലുള്ള കുട്ടികളാണെങ്കിൽ 1/2 ടീസ്പൂൺ വെച്ചിട്ടാണ് ഉള്ളി ലേഹ്യം കൊടുക്കേണ്ടത്. ഉള്ളി ലേഹ്യത്തിന്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഓൾ എന്ന ഓപ്ഷനും കൂടി വരും. അതിനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. ഇനി പുതിയ നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.